ഹായ് ഫ്രണ്ട്സ്, പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. ഇന്ന് LGSൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനം രൂപം കൊണ്ടത് താഴെ പറയുന്നവയിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? കേരള സംസ്ഥാനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപം കൊണ്ടത്? ഓപ്ഷൻ സി, ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, കുസാറ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? കുസാറ്റ് ഏത് മേഖലയാണ്? ഓപ്ഷൻ ഡി, ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് കുസാറ്റ്. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക യൂണിവേഴ്സിറ്റി സർവകലാശാല എന്നല്ലേ കുസാറ്റിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് കുസാറ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഹംപി? ഹംപി ഏത് സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? ഓപ്ഷൻ എ, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ഹംപി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി? ഇന്ത്യയിൽ 1000 രൂപ നോട്ടുകൾ എന്നാണ് പിൻവലിച്ചത്? 2016 നവംബർ 8-നാണ് 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ, സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശമാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി, ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ പ്രഥമ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, 1947 മുമ്പ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? 47 മുൻപ് ഇന്ത്യൻ ദേശീയ പതാകയിലെ ചിഹ്നം ഏതായിരുന്നു? ഓപ്ഷൻ ബി, ചർക്കയായിരുന്നു 1947 മുന്നേ. 47 ശേഷം അശോക ചക്രം വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷം? ഏത് വർഷമാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്? ഓപ്ഷൻ ഡി, 2005-നാണ്. 2005 ഒക്ടോബർ 12-നല്ലേ വിവരാവകാശ നിയമം നിലവിൽ വന്നത്? 2005. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം? കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? ഓപ്ഷൻ ഡി, തട്ടേക്കാട്. തട്ടേക്കാടാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ, തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തെന്മല അണക്കെട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, പരപ്പാറിലാണ് തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തെന്മല അണക്കെട്ട് പരപ്പാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? ഓപ്ഷൻ സി, അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? ലോക കാലാവസ്ഥാ ദിനം ഓപ്ഷൻ ബി ആണ്, മാർച്ച് 23. ഇപ്പോൾ മാർച്ച് 21 വനദിനം, 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം. ഇപ്പോൾ 21, 22, 23, മാർച്ച് 21, 22, 23 21 എന്താ? വനദിനം. 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം. അപ്പോൾ മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി? ഓപ്ഷൻ സി, ജസ്റ്റിസ് ഫാത്തിമ ബീവി ആയിരുന്നു സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ അവസാനമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്ന തീയതി? കേരളത്തിൽ അവസാനമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്ന തീയതി എന്നാണ്? 2016 മെയ് 16. 2016 മെയ് 16-നാണ് കേരളത്തിൽ അവസാനമായി പൊതു തിരഞ്ഞെടുപ്പ് നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ഏതാണ്? ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ഏതാണ്? ദക്ഷിണ റെയിൽവേയാണ്. ഓപ്ഷൻ ഡി ആണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനമാണ് ചെന്നൈ. അടുത്ത ക്വസ്റ്റ്യൻ, വർദ്ധ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം എന്താണ്? വർദ്ധ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം എന്താ? ഓപ്ഷൻ ബി, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് വർദ്ധ വിദ്യാഭ്യാസ പദ്ധതിയുടെ അടിസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരുടെ ഭരണകാലത്താണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ എ, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത്. ഏത് വർഷമാണ്? 1940-ലാണ് കേട്ടോ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ആരാണ് കുഞ്ഞാലി മരയ്ക്കാർ? ഓപ്ഷൻ ബി, സാമൂതിരിയുടെ നാവിക തലവനാണ് കുഞ്ഞാലി മരയ്ക്കാർ. അടുത്ത ക്വസ്റ്റ്യൻ, ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എവിടെയായിരുന്നു? ഭഗത് സിംഗിനെ എവിടെയാണ് തൂക്കിലേറ്റിയത്? ഓപ്ഷൻ സി, ലാഹോർ സെൻട്രൽ ജയിലിലാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കായിക ഇനങ്ങളിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ് PR ശ്രീജേഷ്? അപ്പോൾ PR ശ്രീജേഷ് ഏത് കളിക്കാരനാണ്? ഓപ്ഷൻ ഡി, ഹോക്കി കളിക്കാരനാണ് PR ശ്രീജേഷ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് എന്നാണ്?
ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം ഓപ്ഷൻ ഡി. 1957 ഏപ്രിൽ 27-നാണ് ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏത്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? ഓപ്ഷൻ സി, ഭൂപൻ ഹസാരിക പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ്? കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ കൊല്ലം, ബി കൊല്ലം കോട്ടപ്പുറം. ഓപ്ഷൻ ബി ആണ്, കൊല്ലം കോട്ടപ്പുറമാണ് കേരളത്തിലെ ദേശീയ ജലപാത. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരമാണ് ഓപ്ഷൻ എ, ചമ്പാരൻ കർഷക സമരം. അടുത്ത ക്വസ്റ്റ്യൻ, പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ രൂപപ്പെട്ട പ്രസ്ഥാനം ഏതാണ്? കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി, കേരള കലാമണ്ഡലം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ്? സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ഓപ്ഷൻ ഡി ആണ്. ആരാണ്? മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടി ആരാണ് സ്ഥാപിച്ചത്? മോത്തിലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, പമ്പാ നദി ഒഴുകിച്ചേരുന്നത് എവിടെയാണ്? പമ്പാ നദി എവിടെയാണ് ഒഴുകിച്ചേരുന്നത്? ഓപ്ഷൻ സി, വേമ്പനാട് കായലിലാണ് പമ്പാ നദി ഒഴുകിയെത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള തീയതികളിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ഇപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി ആരുടേതാണ്? ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി, ചേറ്റൂർ ശങ്കരൻ നായർ. ഓപ്ഷൻ സി, ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി, പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ പട്ടം താണുപിള്ള. അടുത്ത ക്വസ്റ്റ്യൻ, ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ, മാറുമറയ്ക്കാനുള്ള അവകാശം. ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യമാണ് മാറുമറയ്ക്കാനുള്ള അവകാശം നേടുക എന്നുള്ളതാണ് ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി, അരയ സമാജമാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ, ഇടുക്കിയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് താഴെ പറയുന്നവയിൽ ഏത് റൂട്ടിലാണ്? ബേപ്പൂർ, തിരൂർ. തിരൂർ, ബേപ്പൂർ. ഓപ്ഷൻ സി ആണ് ആൻസർ. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് തിരൂർ, ബേപ്പൂർ. ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചാമ്പ്യൻസ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ചാമ്പ്യൻസ് ട്രോഫി കൊടുക്കുന്നത് ക്രിക്കറ്റിലാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒഴിവായി പോയതാണ്. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, വ്യാപാരം. വ്യാപാരം ഏതാണ്? തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം ഏതാണ്? ഏതാ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന? ഓപ്ഷൻ ബി, നെല്ലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര. കിഴക്കൻ അതിർത്തി ഏതാണ്? പശ്ചിമഘട്ടം. ഓപ്ഷൻ സി, പശ്ചിമഘട്ടത്താണ് കേരളത്തിലെ കിഴക്കൻ അതിർത്തി. അടുത്ത ക്വസ്റ്റ്യൻ, ബൊക്കാറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ബൊക്കാറോ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ, ജാർഖണ്ഡിലാണ് ബൊക്കാറോ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് ഓപ്ഷൻ ഡി, നെടുമ്പാശ്ശേരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ആര്യഭട്ട. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഛോട്ടാ നാഗ്പൂർ എന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഛോട്ടാ നാഗ്പൂർ ഏതാണ്? ഒരു പീഠഭൂമിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഛോട്ടാ നാഗ്പൂർ ഒരു പീഠഭൂമിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാണ്? ഓപ്ഷൻ സി, 3214 കിലോമീറ്റർ. 3214 കിലോമീറ്റർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യയുടെ
തെക്ക് വടക്ക് നീളം എത്രയാണ്? ഓപ്ഷൻ സി 32-14. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ നിയമസഭാ സ്പീക്കർ ഇവരിൽ ആരായിരുന്നു? കേരളത്തിലെ ആദ്യ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു? ഓപ്ഷൻ ബി ആർ ശങ്കരനാരായണൻ തമ്പി ആയിരുന്നു കേരളത്തിലെ ആദ്യ നിയമസഭാ സ്പീക്കർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണം എന്ന് വിളംബരം ചെയ്ത മഹാറാണി ആര്? തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ നൽകണം എന്ന് വിളംബരം ചെയ്ത മഹാറാണി ആരാണ്? ഓപ്ഷൻ സി ആണ് ഗൗരി പാർവതിബായ്. ഇപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആയി നൽകണമെന്ന് പറഞ്ഞതാണ് പാർവതിബായ്. പ്രൈമറി പാർവതി, അങ്ങനെയാണ് ലിങ്ക് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ഡി 7. 7 രാജ്യങ്ങളുമായാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? എവിടെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്? ഓപ്ഷൻ ബി മീററ്റ്. മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. നമ്മുടെ വീഴ്ത്താനായിട്ട് ഫസ്റ്റ് ഓപ്ഷൻ സൂറത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ സൂറത്തെന്ന് തോന്നിയേക്കാം, പക്ഷേ ഓപ്ഷൻ ബി മീററ്റാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അഴിമതി തടയുന്നതിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം. അഴിമതി തടയാനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ ലോക്പാൽ. സംസ്ഥാന തലത്തിലാണെങ്കിൽ ലോകായുക്ത. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? ഓപ്ഷൻ സി കല്ലട. കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, 1907 ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത ആരാ? 1907 ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത ആരാണ്? ഓപ്ഷൻ ബി മാഡം കാമ. മാഡം കാമയാണ് 1907 ഇന്ത്യൻ ദേശീയ പതാക ജർമ്മനിയിൽ ഉയർത്തിയ വനിത. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം. ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്ര. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ EMS നമ്പൂതിരിപ്പാട് രചിച്ച കൃതി. EMS നമ്പൂതിരിപ്പാട് രചിച്ച കൃതി ഏതാണ്? ഓപ്ഷൻ സി അടുക്കളയിൽ നിന്ന് അരങ്ങത്ത്. EMS അല്ലല്ലോ, EMS വന്നത് ഓപ്ഷൻ ഡി 1.25 കോടി മലയാളികൾ. VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അപ്പോൾ 1.25 കോടി മലയാളികൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. താഴെ പറയുന്നതിൽ EMS രചിച്ച കൃതി ഏതാണ്? 1.25 കോടി മലയാളികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ഏതാണ് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത്? അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി കൊച്ചി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ന് കൊച്ചിയും അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെ കേട്ടോ. അന്നത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ് ഇപ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധി. ഇന്ത്യയിൽ നിലവിലില്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ടെലഗ്രാഫ്. ടെലഗ്രാഫ് ഇന്ന് നിലവിലില്ല. അടുത്ത ക്വസ്റ്റ്യൻ, കലാമണ്ഡലം ഗോപി ഏത് കലയിലെ ആചാര്യനാണ്? കലാമണ്ഡലം ഗോപി. ഓപ്ഷൻ സി കഥകളി. കലാമണ്ഡലം ഗോപി കഥകളി ആചാര്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളി ആരാണ്? ഓപ്ഷൻ ബി VP മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന അവസാനത്തെ ബഹുജന മുന്നേറ്റമാണ് ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ക്വസ്റ്റ്യൻ, വായനാ ദിനമായി ആചരിക്കുന്നത്. വായനാ ദിനമായി ആചരിക്കുന്നത് എന്താ? ഓപ്ഷൻ എ PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. PN പണിക്കരുടെ ചരമദിനം. അത് ഓർത്ത് വെക്കണം കേട്ടോ. ചരമദിനം. നമ്മൾ ജന്മദിനത്തിലേക്കൊക്കെ വീണു പോകാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ചരമദിനമാണ് കേട്ടോ വായനാ ദിനമായി ആചരിക്കുന്നത്. PN പണിക്കരുടെ ചരമദിനം. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂതത്താൻകെട്ട് ഏത് ജില്ലയിലാണ്? ഭൂതത്താൻകെട്ട് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി എറണാകുളം ജില്ലയിലാണ് ഭൂതത്താൻകെട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സംസ്ഥാന പുഷ്പം. കേരളത്തിലെ സംസ്ഥാന പുഷ്പം ഏതാണ്? ഓപ്ഷൻ ബി കണിക്കൊന്ന. ഓപ്ഷൻ ബി കണിക്കൊന്നയാണ് കേരളത്തിലെ സംസ്ഥാന പുഷ്പം. അടുത്ത ക്വസ്റ്റ്യൻ, മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല.
മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? ഓപ്ഷൻ എ തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കുരുമുളക് ഗവേഷണ കേന്ദ്രം ഓപ്ഷൻ സി പന്നിയൂർ. പന്നിയൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2017 പരിസ്ഥിതി ദിനം ഏത് ആശയത്തിന്മേലാണ് ആചരിക്കുന്നത്? 2017 പരിസ്ഥിതി ദിനമാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. മനുഷ്യനെ പ്രകൃതിയുമായി ഒന്നിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സെറിബെല്ലമാണ് ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ, നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിൻ്റെ അഭാവമാണ്? നിശാന്തതയ്ക്ക് കാരണം ഓപ്ഷൻ ബി വൈറ്റമിൻ എയുടെ അഭാവം മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക വനദിനമായി ആചരിക്കുന്ന ദിവസം? വനദിനം. വനം മാർച്ച് 21. ഓപ്ഷൻ എ ആണ് ആൻസർ. വനദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ എ മാർച്ച് 21. അടുത്ത ക്വസ്റ്റ്യൻ, എലിപ്പനിക്ക് കാരണമായ രോഗകാരി. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? ഓപ്ഷൻ സി ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണമായ രോഗകാരി. അടുത്ത ക്വസ്റ്റ്യൻ, നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം? ഓപ്ഷൻ ഡി രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദമാണ് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം ഏതാണ്? ഓപ്ഷൻ ബി പുംബീജം. പുംബീജമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം. അടുത്ത ക്വസ്റ്റ്യൻ, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ അപ്പിക്കോ പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏത്? ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ഓപ്ഷൻ സി ന്യൂട്രോൺ. ന്യൂട്രോണിന് ചാർജ് ഇല്ല. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ്. അടുത്ത ക്വസ്റ്റ്യൻ, ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഏത് ലോഹത്തിൻ്റെയാണ്? ഓപ്ഷൻ ബി അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ആര്? അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് വർഗീകരിച്ചത്? ഓപ്ഷൻ ഡി മോസ്ലി. മെൻഡലീഫ് അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചപ്പോൾ മോസ്ലി അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. ഹൈഡ്രജൻ ആരാണ് കണ്ടെത്തിയത്? ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഓപ്ഷൻ ഡി ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം ഏതെല്ലാം ഊർജ്ജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം ഏതെല്ലാം ഊർജ്ജങ്ങളായി പരിവർത്തനം ചെയ്യപ്പെടുന്നു? ഓപ്ഷൻ സി പ്രകാശോർജ്ജവും താപോർജ്ജവും. പ്രകാശോർജ്ജവും താപോർജ്ജവുമായാണ് വൈദ്യുത ബൾബിൽ വൈദ്യുതോർജ്ജം പരിവർത്തനം ചെയ്യപ്പെടുന്നത്. എന്തൊക്കെയാണ്? പ്രകാശോർജ്ജവും താപോർജ്ജവും. അടുത്ത ക്വസ്റ്റ്യൻ, ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം. ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണം ഓപ്ഷൻ എ തെർമോമീറ്റർ. തെർമോമീറ്റർ ഉപയോഗിച്ചാണ് ഊഷ്മാവ് അളക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലം ഏതാണ്? ഓപ്ഷൻ ബി ഘർഷണ ബലമാണ്. മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിനെ നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചലനത്തിന് തടസ്സമുണ്ടാക്കുന്ന ബലമാണ് ഓപ്ഷൻ ബി ഘർഷണ ബലം. അടുത്ത ക്വസ്റ്റ്യൻ, ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്ര? ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ്? ഓപ്ഷൻ എ 3 × 10⁸ km/s. 3 × 10⁵ 108 അല്ല, 3 × 10⁵ km/s. 3 × 10⁸ വന്നു കഴിഞ്ഞാൽ അത് m/s ആവും കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ്? പ്രകാശവർഷം എന്തിൻ്റെ ഏകകമാണ്? ഓപ്ഷൻ ഡി ദൂരത്തിൻ്റെ ഏകകമാണ്. 80 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. താങ്ക് യു.